ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 18-19 വാക്യം വായിക്കാം. തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറുകളെ ഇസ്ഹാക്ക് പിന്നെയും കുഴിച്ചു. തൻ്റെ പിതാവ് അവയ്ക്ക് ഇട്ടിരുന്ന പേർ തന്നെ ഇട്ടു. ദൈവത്തിന് സ്തോത്രം. പൂർവ്വപിതാവായ അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. വേദപുസ്തകത്തിൽ ദൈവം തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാകുന്നതാണ്. ദൈവത്തിന് അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജ തോന്നിയിരുന്നില്ല. കാരണം അവർ അഭിമാനാർഹമായ വിശ്വാസ നിറവുള്ള ആത്മീയ ജീവിതം നയിച്ചവരായിരുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും വചനം വിശ്വസിക്കുകയും ചെയ്തവരായിരുന്നു. വചനം വിശ്വസിക്കുകയും വചനം അനുസരിക്കുകയും ചെയ്തവരായിരുന്നു. അബ്രഹാമിൻ്റെ കാലത്ത് അബ്രഹാം ചില കിണറുകൾ കുഴിച്ചു. വെള്ളത്തിന് വരൾച്ചയുള്ള കാലത്ത് കിണർ കുഴിച്ചു, വെള്ളം കിട്ടി, ഉറവ് കിട്ടി. എന്നാൽ ഫെലിസ്ത്യർ അവയെ മണ്ണിട്ട് നികത്തിക്കളഞ്ഞു. അബ്രഹാമിൻ്റെ കാലത്ത് ഫെലിസ്ത്യരുടെ ശല്യം ഉണ്ടായിരുന്നു, ശത്രുവിൻ്റെ സൈന്യത്തിൻ്റെ ശക്തി ഉണ്ടായിരുന്നു, അവരുടെ എതിർപ്പും ഉണ്ടായിരുന്നു. എന്നാൽ അബ്രഹാം അതിനെ അതിജീവിച്ച് അബ്രഹാം വാസ്തവത്തിൽ നല്ല വിശ്വാസിയായി ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇസ്ഹാക്കിൻ്റെ കാലമായപ്പോഴേക്കും, ഇസ്ഹാക്കിൻ്റെ കാലത്ത് അബ്രഹാം കുഴിച്ചിരുന്നതായ കിണറുകളൊക്കെയും ശത്രുക്കൾ വന്ന് എല്ലാം മണ്ണിട്ട് നികത്തിക്കളഞ്ഞു, ചപ്പ് ചവറുകളിട്ട് നികത്തിക്കളഞ്ഞു. നല്ലൊന്നാന്തരം വെള്ളം കിട്ടുന്ന നല്ല നീരുറവുകളെല്ലാം നശിപ്പിച്ച് കളഞ്ഞു. ഫെലിസ്ത്യർ ഇസ്രായേൽ ജനത്തോട് ചെയ്തതായ വലിയൊരു ദ്രോഹമായിരുന്നു. അത് വലിയ ദുഷ്ടപ്രവൃത്തിയായിരുന്നു. അബ്രഹാം കുഴിച്ച കിണറുകൾ അവർ പിന്നെയും കുഴിച്ചു. നാം 21-ാം അധ്യായത്തിൽ ഒരു വാക്യം കാണുന്നുണ്ട്. 21-ാം അധ്യായം 24-ാം വാക്യം. സത്യം ചെയ്യാമെന്ന് അബ്രഹാം പറഞ്ഞു. എന്നാൽ അബീമേലെക്കിൻ്റെ ദാസന്മാർ അപഹരിച്ച കിണർ നിമിത്തം അബ്രഹാം അബീമേലെക്കിനോട് ഭർസിച്ചു പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം ശത്രു കിണർ നശിപ്പിക്കാൻ വന്നപ്പോൾ ആ ശത്രുക്കളോട്, അബീമേലെക്കിൻ്റെ ആളുകളോട് ഭർസിച്ച് പറഞ്ഞു, ശാസിച്ച് പറഞ്ഞു, തുടരുത് എന്ന്. ഇത് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ കുഴിച്ച കിണറുകളാണ്, ഇതിൽ നിങ്ങൾ തുടരുത്, നിങ്ങൾക്കിതിൽ അവകാശമില്ല. അബ്രഹാം അബീമേലെക്കിൻ്റെ ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ഇതിനെ തുടരുത്, ഇത് ഞാൻ കുഴിച്ച കിണറുകൾ, ദൈവനാമത്തിൽ കുഴിച്ച കിണറുകളാണ്. അബ്രഹാം ശക്തമായി ശത്രുവിനെ എതിർത്തു, ശക്തമായി ശത്രുവിനെ ഭത്സിച്ചു. തന്മൂലം അബീമേലെക്കിൻ്റെ ആളുകൾ അവിടെ നിന്ന് മാറി. കിണറുകൾക്ക് അന്ന് നാശം വന്നില്ല. എന്നാൽ അബ്രഹാമിൻ്റെ കാലം കഴിഞ്ഞു, ഇസ്ഹാക്കിൻ്റെ കാലമായപ്പോഴേക്കും ഫെലിസ്ത്യർ ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. അബ്രഹാമിൻ്റെ കാലം ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് ഈ കിണറുകളെല്ലാം മണ്ണിട്ട് മൂടണം. ഇസ്രായേൽ ജനം സന്തോഷമായി അനുഭവിക്കുന്ന ഈ കിണറുകൾ, ആ ഉറവകൾ എല്ലാം നശിപ്പിക്കണമെന്ന് ഫെലിസ്ത്യർ പ്ലാനിട്ടു. അങ്ങനെയാണ് ഫെലിസ്ത്യർ ചെയ്തത്. തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞു. അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ കിണറുകളിലേക്ക് എല്ലാം നികത്തിക്കളഞ്ഞു. ഇസ്ഹാക്ക് സൗമ്യനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു, സൗമ്യനായിരുന്നു, വലിയ വർദ്ധിത വീര്യമുള്ളവനൊന്നും ആയിരുന്നില്ല. ഇസ്ഹാക്ക് ദൈവത്തെ വിശ്വസിച്ചു, ദൈവത്തെ അനുസരിച്ചു, ദൈവത്തിൻ്റെ കൽപ്പനകൾ സ്വീകരിച്ചു എന്നുള്ളതല്ലാതെ കാതലായ ശക്തിയോടുകൂടി ഇസ്ഹാക്ക് പ്രവർത്തിച്ചിരുന്നില്ല. ഇസ്ഹാക്ക് എപ്പോഴും സൗമ്യനായിരുന്നു, ശാന്തനായിരുന്നു. അതുകൊണ്ട് ഇസ്ഹാക്കിനെ തോൽപ്പിക്കാമെന്ന് ഫെലിസ്ത്യർ കണ്ടു. ഇസ്ഹാക്ക് എതിർത്ത് വരികയില്ല എന്ന് ഫെലിസ്ത്യർ കണ്ടു. അവർ കൂട്ടത്തോടെ വന്ന് അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ച കിണറുകൾ ഈ ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടിക്കളഞ്ഞു, എല്ലാം നികത്തിക്കളഞ്ഞു, നികന്നുപോയി. ഒരു കാലത്ത് കുഴിച്ച കിണറുകൾ ഇന്ന് നികന്നു പോയിരിക്കുന്നു. വലിയ നഷ്ടമാണ്. ആ ദേശത്തെ ജനത്തിന് കിട്ടുമായിരുന്ന നീരുറവുകളുടെ ജലസമൃദ്ധി അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. വലിയ നഷ്ടമായിപ്പോയി. ഇസ്ഹാക്ക് നോക്കി, എല്ലാം നികത്തി കളഞ്ഞിരിക്കുന്നു. മണ്ണും ചെളിയും ചപ്പുചവറുകളും എല്ലാം ഇട്ട് നല്ലൊന്നാന്തരം കിണറുകളെല്ലാം നികത്തി കളഞ്ഞു. ഇസ്ഹാക്കിന് സങ്കടം തോന്നി, കഷ്ടം. അപ്പൻ്റെ കാലത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നു, പൂർവ്വപിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് എല്ലാം മണ്ണിട്ട് നികത്തി കളഞ്ഞിരിക്കുന്നു. കഷ്ടം. ഇസ്ഹാക്ക് സങ്കടപ്പെട്ടു. ഇസ്ഹാക്ക് ഒരു കാര്യം ചെയ്തു. ഇസ്ഹാക്ക് ധൈര്യമായി തൻ്റെ ആളുകളുമായി ചെന്ന് അതിലുണ്ടായിരുന്ന ചപ്പുചവറുകളെല്ലാം വാരി, എല്ലാം കഷ്ടപ്പെട്ട് കഠിനമായി അധ്വാനിച്ച് എല്ലാം ആ നികത്തിക്കളഞ്ഞ കിണറുകളെല്ലാം പിന്നെയും താഴ്ത്തി. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. വളരെ മനോഹരമായൊരു ആശയമാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. നാം നോക്കിയാൽ പിതാക്കന്മാരുടെ കാലത്ത് സത്യവിശ്വാസം ഉണ്ടായിരുന്നു. പൂർവ്വപിതാക്കന്മാരുടെ കാലത്ത് എത്ര അനുഗ്രഹീതമായ കാലമായിരുന്നു.
എല്ലാ സഭയിലും തന്നെ അങ്ങനെ തന്നെയാണ്. ഏത് സഭയിലും ആദ്യത്തെ ഒരു തലമുറ തേജസ്സുള്ള തലമുറയായിരുന്നു. ഉണർവിൻ്റെ വക്താക്കളായി മാറിയ ഒരു വലിയ കൂട്ടം ആളുകൾ കാലത്തുണ്ടായിരുന്നു. അവർ വചനം പറയാൻ നിൽക്കുമ്പോൾ തീ കത്തിയിരുന്നു. അവരുടെ വചനം കേൾക്കാൻ ആളുകൾ ഓടി ഓടി കൂടിയിരുന്നു. ശക്തമായ അനുഭവ സമ്പത്തുള്ളതായ ദൈവമക്കളുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനിപ്പോഴും ഓർക്കുന്നു, ചില അനുഗ്രഹീതരായ ദൈവദാസന്മാരുടെ പ്രസംഗം കേൾക്കാൻ ഞാൻ ഓടിയത്, അത് കേൾക്കാനുള്ള ആർത്തി കൊണ്ട് ഞാൻ ഓടിയത്. എത്രമാത്രം ഞാൻ സൈക്കിൾ വെട്ടി അവിടെ ചെല്ലാൻ നിന്ന് വചനം കേട്ടു. നടന്ന് മൈലുകൾ നടന്ന് ഞാൻ വചനം കേട്ടു. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതരായ ദൈവദാസന്മാർ അവർ പറയുന്നത് കേൾക്കാനുള്ള കൊതിയോടെ ഞാൻ പോയിട്ടുണ്ട്. വളരെ ആർത്തി കൊണ്ട് ഞാൻ പോയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു കാലത്തുണ്ടായിരുന്നതായ ആത്മീയ അനുഭവങ്ങൾ, പഴയ കാലത്ത് പിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന ആത്മീയ അനുഭവങ്ങൾ ഇന്ന് അത് പലതും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇന്ന് പലതും പോയിപ്പോയിരിക്കുന്നു, മോശമായി നഷ്ടമായി പോയിരിക്കുന്നു. സ്തോത്രം. ഏത് സഭയിലും പൂർവ്വപിതാക്കന്മാരുടെ ആദ്യ തലമുറ നല്ല തലമുറയായിരുന്നു. ആദ്യ തലമുറക്കാലം എല്ലാം ത്യാഗം സഹിച്ച് കഷ്ടം സഹിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തന്നെ ചെലവഴിച്ചതായ തലമുറയായിരുന്നു. അന്ന് എന്ത് നഷ്ടം സഹിക്കാൻ തയ്യാറായിരുന്നു, ത്യാഗം സഹിക്കാൻ തയ്യാറായിരുന്നു. എന്തുമാത്രം പ്രയാസങ്ങളും ദണ്ഡനങ്ങളുമാണ് അവർ നേരിടേണ്ടി വന്നത്. അതെല്ലാം വളരെ പുഞ്ചിരിയോടെ നേരിട്ടുകൊണ്ട് കർത്താവിലുള്ള വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നിന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഓരോ തലമുറ മാറും തോറും രണ്ടാമത്തെ തലമുറയായപ്പോഴേക്കും കുറേ മങ്ങി, മൂന്നാമത്തെ തലമുറയായപ്പോഴേക്കും തീർത്തും മങ്ങി എന്ന് പറയാം. തീർത്തും മങ്ങി. വളരെ വലിയ ക്ഷീണം സംഭവിച്ചു. ഇന്ന് ആധുനിക സഭയുടെ അംഗങ്ങളായ ആളുകൾ പലരും ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി, ലോകപ്രതാപത്തിലേക്ക് ഇറങ്ങിപ്പോയി. ദ്രവ്യാഗ്രഹം മൂലം ലോകപ്രതാപത്തിലേക്ക് ഇറങ്ങിപ്പോയി, ലോകത്തിന് ഇമ്പങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി, ലോകത്തിന് സന്തോഷങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. ഒരു കാലത്ത് വേണ്ട ലോക ഇമ്പം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞവർ ഇന്ന് ലോക ഇമ്പങ്ങളിലേക്ക് ഒരു കൂസലുമില്ലാതെ ഇറങ്ങിപ്പോയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യരുടെ ബഹുമതിയിലേക്കും മനുഷ്യരുടെ പ്രസാദത്തിലേക്കും ഒരു അല്പം പോലും ഒരു ക്ലേശത്തിൻ്റെ ലാൻസിനെ കൂടാതെ ഇറങ്ങിപ്പോയിരിക്കുകയാണ്. അനേകരും അങ്ങനെയാണിന്ന്. ഇന്ന് മനുഷ്യരെ കാണണം, ആളുകളെ മാനിക്കണം, ആളുകളിൽ നല്ല അഭിപ്രായം പറയുന്നതിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറയണം, എല്ലാവരുടെ മുമ്പിൽ ഞാൻ പ്രസിദ്ധനായി തീരണം എന്നെല്ലാമുള്ള ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സ് വഴുതിപ്പോയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ചിന്തിച്ച് നോക്കൂ, ശരിയല്ലേ? ഒരു കാലത്തുണ്ടായിരുന്ന തീക്ഷ്ണത നമുക്കിന്നുണ്ടോ? ആദ്യകാലത്തുണ്ടായിരുന്ന തീക്ഷ്ണത നോക്കുന്നുണ്ടോ? ആദ്യകാലത്തുണ്ടായിരുന്നതായ ആദ്യ സ്നേഹം നോക്കുന്നുണ്ടോ? ആദ്യ സ്നേഹം പോയി. ആദ്യകാലത്തുണ്ടായിരുന്ന വിശ്വാസം പോയി. അന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ കണ്ണുമടച്ചത് വിശ്വസിക്കുമായിരുന്നു. ഇന്ന് ചിന്തിക്കുകയാണ്, അത് അങ്ങനെ തന്നെയോ എന്ന് ചിന്തിക്കുകയാണ്. ചിന്തിച്ച് ബുദ്ധി കൊണ്ട് ആലോചിക്കുകയാണ്. ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ കിട്ടുന്നതാണോ ആത്മാവിൻ്റെ ശബ്ദം? ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ തിരിച്ചറിയാൻ പറ്റുന്നതാണോ ആത്മാവിൻ്റെ ശബ്ദം? ആത്മാവിൻ്റെ വചനം കണ്ണുമടച്ച് വിശ്വസിക്കുക, കണ്ണുമടച്ച് അനുസരിക്കുക അത് മാത്രം മതി. അത് പ്രയാസമുള്ള കാര്യമാണ്. യുക്തിബോധമുള്ള മനുഷ്യന് അത് മനസ്സിലാവുകയില്ല. ഇന്നത്തെ യുക്തി ചിന്തയുള്ള മനുഷ്യന് അത് ഗ്രഹിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ കണ്ണുമടച്ച് അങ്ങനെ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? അത് ന്യായങ്ങൾ കാണണം, കാര്യകാരണങ്ങൾ കാണണം. അല്ല, ഞാൻ എങ്ങനെ വിശ്വസിക്കും? ചിന്തിക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, മറ്റൊന്നും ചിന്തിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. നാം ഇതുമാത്രം ചെയ്താൽ മതി. ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുക. ഞാൻ നിങ്ങളോട് പറയും, പ്രിയപ്പെട്ടവരെ, ഈ വേദപുസ്തകത്തിലുള്ള ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വിശ്വസിക്കുക. വേറെ എങ്ങും പോകണ്ട, വേറെ ആരെയും കാണണ്ട. നിങ്ങൾ ഈ വേദപുസ്തകത്തിലുള്ളത് അത് ആയിരിക്കുന്ന പ്രകാരം നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ദൈവത്തിന് സ്തോത്രം. എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഈ വേദപുസ്തകം എൻ്റെ ജീവനാണ്, എൻ്റെ ജീവനാണ്. കാരണം ഇതിനകത്ത് എൻ്റെ യേശുവിൻ്റെ വചനമുണ്ട്, ജീവിപ്പിക്കുന്ന വചനമുണ്ട്, എന്നെ ആശ്വസിപ്പിക്കുന്ന വചനമുണ്ട്, എനിക്ക് സമാധാനം തരുന്ന വചനമുണ്ട്, എനിക്ക് ആശ്വാസം തരുന്ന വചനമുണ്ട്, എനിക്ക് സംതൃപ്തി തരുന്ന വചനമുണ്ട്, എൻ്റെ കേടുകൾ പോക്കുന്ന വചനമുണ്ട്, എൻ്റെ രോഗം മാറ്റുന്ന വചനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ആകുലങ്ങൾ മാറ്റുന്ന വചനമുണ്ട്, ആവലാതി തീർക്കുന്ന വചനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്ന വചനമുണ്ട്. എല്ലാം വചനം, എല്ലാം ജീവൻ്റെ വചനം. ദൈവത്തിന് സ്തോത്രം. മധുരതരമായ ഈ തേനിലും തേൻകട്ടയിലും മധുരമായ ഈ വചനം നാം കൈക്കൊള്ളുകയും വചനം വിശ്വസിക്കുകയും ചെയ്യുക. അതിനെ നമുക്ക് ഏതെങ്കിലും കേട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വചനം വിശ്വസിച്ചില്ല, വചനം പറയുന്നവരെ നാം വിശ്വസിച്ചില്ല. അല്ലേ? ചിന്തിച്ച് നോക്കൂ. വചനം പറയുന്നതിനെക്കുറിച്ച് ഒരു മാർജിൻ ഇട്ട് മാത്രമേ നാം വിശ്വസിക്കുകയുള്ളൂ. ഒരു മാർജിൻ. കൊള്ളാൻ നല്ലതാണ്, നല്ല വചനമാണ്, ശരിയാണ്, എന്നാലും ഇന്ന കാര്യങ്ങളില്ലേ എന്ന ഒരു ചിന്ത വരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നത് കൊണ്ട് എന്ത് പറ്റുന്നു? നഷ്ടം ചിന്ത വരുന്നവർക്ക് മാത്രമാണ്, വേറെ ആർക്കല്ല. വചനം പറയുന്നവർക്ക് നഷ്ടമൊന്നും വരില്ല. എന്നാൽ വചനം പറയുന്നവർക്ക് നഷ്ടമില്ലെങ്കിലും കേൾക്കുന്ന നിങ്ങൾ ഏതെങ്കിലും ചിന്താക്കുഴപ്പങ്ങളിൽ പെട്ടുപോയെങ്കിൽ, കൺഫ്യൂഷൻ, ഇന്ന് ചിന്താക്കുഴപ്പങ്ങളിൽ പെട്ടുപോയെങ്കിൽ തീർച്ചയായിട്ടും നഷ്ടം നിങ്ങൾക്ക് വരും. ദൈവത്തിന് സ്തോത്രം. നഷ്ടം വരരുത്. ഞാൻ ആഗ്രഹത്തോടെ പറയുകയാണ്, നിങ്ങൾ നഷ്ടപ്പെട്ടവരായി തീരരുത്. വചനം ധാരാളം കേട്ടവരായി നിങ്ങളാരും നരകത്തിലേക്ക് പോകാതെ വരരുത്. ആത്മാവിനെ നിങ്ങൾ അനുസരിക്കുക.
ആത്മാവിന് കീഴ്പ്പെടുക. ഒരിക്കലും നരകത്തിലേക്ക് പോകാൻ നാം നീങ്ങരുത്. നരകത്തിലേക്ക് അറിഞ്ഞുകൊണ്ട് പോകരുത്. നിങ്ങൾ പറയും, ഇല്ല, ഞാൻ നരകത്തിലേക്ക് പോവുകയില്ല, എനിക്കറിയാമല്ലോ, ഞാൻ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു, ഞാൻ ക്രിസ്തുവിനെ ഏറ്റുപറയുന്നു, അതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ചില വാക്യങ്ങളുടെ ശകലങ്ങൾ പിടിച്ചുകൊണ്ട് നിങ്ങൾ വാദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആരോട്? പരിശുദ്ധാത്മാവോട് വാദിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ചില ഉപദേശങ്ങൾ തരുമ്പോൾ, ചില വചനങ്ങൾ തരുമ്പോൾ നിങ്ങൾക്കത് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. അവിടെ നിങ്ങൾക്കൊരു ന്യായീകരണം വരികയാണ്. ആ ന്യായീകരണത്തിൽ പിടിച്ചു നിന്നുകൊണ്ട് നിങ്ങൾ വാദിക്കുകയാണ്, തർക്കിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അനേകം പേര് ഇന്ന് നശിക്കുന്നത് ഇങ്ങനെയെല്ലാമാണ്. ആത്മാവിനനുസരിക്കാതെ, ആത്മാവിൻ്റെ വചനത്തെ വിശ്വസിക്കാതെ, ആത്മാവിൻ്റെ വചനത്തെ സ്വീകരിക്കാതെ, ആത്മാവിൻ്റെ വചനത്തിൻ്റെ ഉറവിടം എന്താണെന്ന് അറിയാതെ ഇന്ന് പലരും ദൈവത്തെ നിഷേധിച്ച് പോയി പോവുകയാണ്. എന്നാൽ ഇന്നൊരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ച കിണറുകൾ നികന്നു കിടക്കുന്നതെന്ന് നാം തിരിച്ചറിയണം. കർത്താവേ, ഒരു കാലത്ത് കുഴിച്ച കിണറുകൾ ഇന്ന് നികന്നിരിക്കുന്നു. ഉറവ് പൊട്ടിപ്പുറപ്പെട്ട കിണറുകളായിരുന്നു. നല്ല നീരുറവ് പൊട്ടിപ്പുറപ്പെട്ട കിണറുകളായിരുന്നു. ആ കിണറുകളെല്ലാം ഒന്ന് മൂടിപ്പോയിരിക്കുന്നു, എല്ലാം നികന്നു പോയിരിക്കുന്നു. അതിൽ എന്തെല്ലാമോ കൊണ്ടുവന്ന് ശത്രു കൊണ്ടുവന്നിട്ടിരിക്കുന്നു. ഏതെല്ലാം ചിന്തകളാണ് പിശാച് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ഏതെല്ലാം ചില സംസർഗങ്ങളാണ് പിശാച് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ചിലരുള്ളതായ ചില അമിതമായ താല്പര്യങ്ങൾ, ചിലരുള്ളതായ ചില വിവേകശൂന്യമായ പെരുമാറ്റങ്ങൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പിശാച് കൊണ്ടുവന്നിട്ടതായ ചില ചപ്പിയവറുകളാണ്. അനേകം കാര്യങ്ങൾ അശുദ്ധിയുടെ ചപ്പിയവറുകൾ കൊണ്ടുവന്നിട്ടു, പിശാച് കൊണ്ടുവന്നിട്ടു. അതുപോലെ കൊള്ളിതാത്ത ജീവിതത്തിൻ്റെ, അശുദ്ധമായ ജീവിതത്തിൻ്റെ, ചീത്ത ശീലങ്ങളുടെ എല്ലാം ഈ ചപ്പിയവറുകളെല്ലാം കൊണ്ടുവന്നിട്ടു. കളവിൻ്റെ, പ്രിയപ്പെട്ടവർ, മോഷണത്തിൻ്റെ ചപ്പുചവറുകളിൽ കുഴിയിൽ കൊണ്ടുവന്നിട്ടു. ഓർത്തു നോക്കൂ, നിങ്ങൾ അനേകം പേര്, ഞാൻ പറയുമ്പോൾ നിങ്ങൾ ക്ഷമിക്കണം, അനേകം പേര് ഇന്ന് മോഷണം എന്ന് പറയുന്നതിന് ഗൗരവം മനസ്സിലാക്കുന്നില്ല. അന്യൻ്റെ സമ്പത്ത്, ഒരു പൈസയെങ്കിലും നമ്മുടെ കയ്യിൽ വന്നാൽ നമുക്ക് ആപത്താണ്. പ്രിയപ്പെട്ടവരെ, അന്യൻ്റേത്, എൻ്റേതല്ലാത്തത് എൻ്റെ കൈവശം വന്നാൽ എനിക്ക് ആപത്താണ്. എനിക്കും എൻ്റെ തലമുറകൾക്കും ആപത്താണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ ഏതെങ്കിലും നിങ്ങളുടെ കൈവശം വന്നിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ആരും ഇതൊന്നും ഗൗരിക്കുന്നില്ല. ഈ വാക്യങ്ങളെ കേട്ടിട്ട് പോകും, എല്ലാം കേൾക്കും, പക്ഷേ നിങ്ങൾ ഇതൊന്നും ഗൗരവമായിട്ട് എടുക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. ഇതിൻ്റെ പരിസമാപ്തി എന്തായെന്ന് അറിയുന്നില്ല. ഭയങ്കരമായ വിനാശം വരാൻ പോകുന്നു. ശത്രു കൊണ്ടുവന്ന് മണ്ണിട്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണും കല്ലും ചേറും ചെളിയും എല്ലാ ചപ്പുചവറുകളും കൊണ്ടുവന്ന് ഈ കിണർ മൂടിക്കൊണ്ടിരിക്കുകയാണ്. പിശാച് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പിശാച് കടന്നു വരാൻ അവന് വഴി ലഭിക്കാതെ വണ്ണം കർത്താവ് കൃപയാൽ ഒരു വേലി കെട്ടിയിരുന്നു. നമുക്ക് ചുറ്റും വേലി കെട്ടിയിരുന്നു. ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ ഒരു വേലി വരികയാണ്, ഒരു മതിൽ വരികയാണ്, നമുക്ക് ചുറ്റും ഒരു മതിൽ കിട്ടുകയാണ്. മനോഹരമായൊരു മതിൽ കർത്താവ് പണിത് തരികയാണ്. വിശ്വാസിക്ക്, ദൈവത്തിൽ ആശ്രയിക്കുന്ന വിശ്വാസിക്ക് ഒരു തീ മതിലിൻ്റെ സംരക്ഷണം കിട്ടുകയാണ്. തീ കൊണ്ടൊരു മതിൽ നോക്കി ചുറ്റും കർത്താവ് പണിയുകയാണ്. പിശാചിന് കടന്നു വരാൻ സാധിക്കുകയില്ല. പിശാച് നോക്കിയാൽ കടന്നു വരാൻ സാധിക്കുകയില്ല. ഒരു നല്ല വേലി കെട്ടുകയാണ്. വേലി അതോ തീയുടെ വേലിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വേലി കെട്ടി നമ്മെ കാക്കുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് അല്പം അലസത വന്നുപോയി, അല്പം ശ്രദ്ധക്കുറവ് വന്നുപോയി, അല്പം ജാഗരണക്കുറവ് വന്നുപോയി. അപ്പോൾ പിശാചിന് ഒരു ചെറിയ ഇടം കിട്ടി. ആ പഴുതിൽ കൂടി പിശാച് കയറി വന്നു. അവൻ കയറി വന്ന് പിന്നെ ഒരുത്തൻ കയറിയപ്പോൾ പിന്നെ ദുരാത്മാക്കളുടെ സൈന്യം വന്ന് കയറി. എല്ലാ തിന്മയും, എല്ലാ അശുദ്ധിയും, എല്ലാ ചപ്പിയോറുകളും, എല്ലാ അഴുക്കും എല്ലാം കൊണ്ടുവന്നിടാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ആദ്യം നിങ്ങൾ ആ വേലി പൊളിക്കാതിരുന്നെങ്കിൽ മതിയായിരുന്നു. വേലി നിങ്ങൾ സൂക്ഷിച്ച് പരിശോധിച്ച് അത് നല്ല ഉറപ്പോടെ നിർത്താത്തതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. നിങ്ങൾക്ക് ചുറ്റും ഒരു വേലി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വേലി, നമുക്ക് ചുറ്റും സംരക്ഷണത്തിൻ്റെ ഒരു ഭിത്തിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് കടന്ന് ഇങ്ങോട്ട് വരാൻ പിശാചിന് കഴിയുകയില്ല. അത് തിരുരക്തത്തിൻ്റെ ഒരു വേലിയാണ്. തിരുരക്തം കൊണ്ടൊരു വളപ്പുണ്ടാക്കിയിരിക്കുന്നു. തിരുരക്ത വളപ്പ് നമുക്ക് കിട്ടിയ മഹാഭാഗ്യമാണ്. ആ തിരുരക്ത വളപ്പിനുള്ളിലേക്ക് പിശാച് നുഴഞ്ഞു കയറാൻ ശ്രമിക്കും. അവനിങ്ങനെ ഓരോരോ ഭാഗത്തും വന്നിങ്ങനെ ഉറ്റുനോക്കും, എങ്ങനെയെങ്കിലും കടന്നു വരാൻ പറ്റുമോ എന്ന്, എങ്ങനെയെങ്കിലും ഒരു ഒഴിവ് കിട്ടുമോ എന്ന്. ചില ഭാഗങ്ങൾ അല്പം ബലഹീനമായാൽ അവൻ പയ്യെ കുത്തി തിരുകാൻ തുടങ്ങും. കുത്തി തിരുകാൻ തുടങ്ങും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഈ പച്ചക്കറിയെല്ലാം കൃഷി ചെയ്തിട്ട് നാം ചുറ്റും വേലി കിട്ടുമ്പോൾ അപ്പോൾ പശുവിനെ അഴിച്ചു വിട്ടാൽ പശു അതിൻ്റെ ചുറ്റുപാടും എല്ലാം പുല്ല് തിന്നുകൊണ്ട് നടക്കും. എന്നാൽ എപ്പോഴോ ഇതിനകത്ത് ഇരിക്കുന്ന പച്ചക്കറിയുടെ ചില നാമ്പുകൾ വെളിയിലേക്ക് വരുമ്പോൾ അത് കടിച്ച് തിന്നും. പശുവിന് നല്ല ഇഷ്ടമാണത്. അപ്പോൾ എങ്ങനെയെങ്കിലും അകത്ത് കിടക്കാൻ പശു നോക്കും. ചുറ്റി നോക്കുമ്പോൾ ഒരു ഭാഗത്ത് ചെറിയൊരു വിടവ് കിട്ടി. പശു അതിൻ്റെ തല പയ്യെ കടത്തി ആ നാമ്പ് പിന്നെയും വലിച്ചെടുത്ത് തിന്നു. അപ്പോൾ അത്രയും കടത്തിയപ്പോൾ പിന്നെയും കുറച്ചുകൂടി കടത്തി. ആരും അത് ഗവനിച്ചില്ല. എന്നും ഈ ഉടമസ്ഥൻ ചെന്ന് ഈ കൃഷിസ്ഥലം നോക്കേണ്ടതായിരുന്നു. ഉടമസ്ഥൻ എപ്പോഴും ശ്രദ്ധയോടുകൂടി പാലിക്കേണ്ടതായിരുന്നു. വേലി എവിടെയെങ്കിലും പൊളിയുന്നുണ്ടോ എന്ന് നോക്കേണ്ടതായിരുന്നു. എവിടെയെങ്കിലും വേലിക്ക് കേടുവരുന്നുണ്ടോ എന്ന് നോക്കേണ്ടതായിരുന്നു. പക്ഷേ നോക്കിയില്ല. ഫലമോ എന്തുപറ്റി? ഈ വേലി ഇങ്ങനെ പശു പയ്യെ തലയിട്ട് മുന്നോട്ട് വന്നു. പിന്നീട് കാലുകൾ മുന്നോട്ട് വയ്ക്കാറായി. പിന്നീട്
അതിൻ്റെ ശരീരം മുഴുവൻ വെച്ചു, പിന്നെ പിൻകാലുകളും വെച്ചു. അതിനകത്തുള്ള ആ എല്ലാ പച്ചക്കറികളും എല്ലാം ചവിട്ടി ഞെരിച്ച് എല്ലാം തിന്ന് നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. ഇന്ന് വയൽ ശൂന്യമായിരിക്കുന്നു. ഇതല്ലേ പലരുടെ അവസ്ഥ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പലരുടെ അവസ്ഥ ഇതാണ് നമ്മുടെ പലരുടെ അവസ്ഥ. ദൈവത്തിന് സ്തോത്രം. പിശാചെങ്ങനെ പഴുതുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് നടക്കുകയാണ്. എവിടെയെങ്കിലും പഴുതുണ്ടോ? ഒരു വാക്കിൽ പഴുതുണ്ടോ? ഒരു വാക്കിൽ തെറ്റുപറ്റുന്നുണ്ടോ? ഒരു ചിന്തയിൽ തെറ്റുപറ്റുന്നുണ്ടോ? ഏതെങ്കിലും കാര്യത്തിൽ നമുക്ക് വീഴിക്കാൻ വശം കിട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് നടക്കുകയാണ്. പിശാച് എപ്പോഴും നമ്മെ വീഴിക്കാനാണ് നോക്കുന്നത്. കർത്താവ് എപ്പോഴും നമ്മെ രക്ഷിക്കാനാണ് നോക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മറക്കരുത്, കർത്താവ് ഒരിക്കലും നമ്മെ പരീക്ഷിക്കുകയല്ല. കർത്താവ് നമ്മെ നശിപ്പിക്കാൻ വിട്ടുകൊടുക്കുകയല്ല. നാം തന്നെ ശത്രുവിനെ ക്ഷണിച്ചു വരുത്തുന്നു, നാം തന്നെ പഴുതു കൊടുക്കുന്നു. അതൊരിക്കലും വരരുത്. ഒരു അല്പം അഹങ്കാരം വന്നാൽ മതി, അല്പം പ്രശംസ വന്നാൽ മതി, എൻ്റെ പ്രസംഗം നല്ലതാണല്ലോ എന്ന് എനിക്ക് തോന്നിയാൽ മതി. പ്രിയപ്പെട്ടവരെ, എൻ്റെ പാട്ട് വളരെ മനോഹരമായല്ലോ എന്ന് എനിക്ക് തോന്നിയാൽ മതി. ദൈവത്തിന് സ്തോത്രം. അയ്യോ, ഞാൻ എൻ്റെ പ്രസംഗം കേട്ട് ഇന്ന മാനസാന്തരപ്പെട്ടല്ലോ എന്ന് എനിക്ക് തോന്നിയാൽ മതി. ഈ പഴുത് പിശാചിന് കിട്ടും. ആ പഴുതിൽ കൂടി പിശാച് കയറി വരും. പിശാച് കയറി വന്ന് എല്ലാം ആകപ്പാടെ തകർത്ത് കളയും. എൻ്റെ സഹോദരീ സഹോദരങ്ങളെ, ഞാൻ പറയും, നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. നിങ്ങൾ ചിന്തിക്കൂ, പിശാച് അകത്ത് കയറാൻ ഇട കൊടുത്തിട്ടുണ്ടോ? അകത്ത് കയറിയാൽ അവനെല്ലാം ചവിട്ടി നശിപ്പിച്ച് കളയും. എല്ലാം ചവിട്ടി തേച്ചെല്ലാം നശിപ്പിച്ച് കളയും. അതിൻ്റെ പച്ചില പോലും ഇല്ലാതെ എല്ലാം തകർത്ത് കളയും. പാവം കൃഷിക്കാരന് വെള്ളം പണിപ്പെട്ട് പണിതുണ്ടാക്കി ഫലം കായ്ക്കേണ്ട സമയമായപ്പോഴേക്കും ഈ ദുഷ്ടമൃഗങ്ങൾ കടന്നു വന്ന് എല്ലാം നശിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതേ കർത്താവായ യേശു ക്രിസ്തു മനോഹരമായി തോട്ടം പണിതു. തോട്ടത്തിന് ചുറ്റും വേലി കെട്ടി. നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം എടുക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം വായിക്കാം, 1-ാം വാക്യം മുതൽ. ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ടുപാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവൻ അതിനെ വേലികെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിലൊരു ഗോപുരം പണിതു, ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങയത്രേ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളിയും നട്ടു. നടുവിലൊരു ഗോപുരവും പണിതു, ഒരു ചക്കും ഇട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങയത്രേ. ഈ മുന്തിരിങ്ങ, ധാരാളം മുന്തിരിങ്ങ ഉണ്ടാകും, ഫലസമൃദ്ധി ഉണ്ടാകും. അതിൽ നിന്ന് മുന്തിരിച്ചാറെടുക്കാം. അങ്ങനെ നല്ല വിളവെടുപ്പ് കിട്ടും. പക്ഷേ പ്രതീക്ഷയായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ഫലം കായ്ച്ചപ്പോൾ കാട്ടുമുന്തിരിയാണ് കായ്ച്ചത്. കാട്ടുമുന്തിരിങ്ങ. മുന്തിരിച്ചാറ് കിട്ടുകയില്ല. മുന്തിരിച്ചാറ് എടുക്കാൻ പറ്റുകയില്ല, കൊള്ളരുതാത്തതാണ്. ഫലം കായ്ച്ചു, പക്ഷേ കാട്ടുമുന്തിരിങ്ങയാണ്. അനേകരും ഫലം കായ്ക്കുന്നുണ്ട്. എന്തെല്ലാമാണ് ഫലങ്ങൾ? ഗലാത്യലേഖനം വായിച്ചപ്പോൾ കാണാം. 5-ാം അധ്യായം 19-ാം വാക്യം വായിക്കാം. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സംശയരോഗം. ഭാര്യ നേരായിട്ടാണോ, അവൾ വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഭർത്താവ് എന്നെയല്ലാതെ വേറെ ആരുടെയെങ്കിലും കൂടെ പോകുന്നുണ്ടോ എന്നൊരു സംശയം. ജാരശങ്ക. പിന്നെ ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ജഡത്തിന്റെ പ്രവൃത്തികൾ കായ്ച്ചു. നല്ല ഫലം കായ്ക്കുമെന്ന് കാത്തിരുന്നു. പക്ഷേ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ കായ്ച്ചു. അല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ഈ വചനം കേട്ടതിന് ശേഷം പിന്നെയും കാട്ടുമുന്തിരിങ്ങ കായ്ച്ചില്ലേ? നുണ പറഞ്ഞില്ലേ? അശുദ്ധ വാക്കുകൾ വന്നില്ലേ? പിരാകുന്ന വാക്കുകൾ വന്നില്ലേ? ശപിക്കുന്ന വാക്കുകൾ വന്നില്ലേ? നിരാശ വന്ന് ഞാൻ മരിച്ചാൽ മതി എന്ന് ഓർത്തില്ലേ? ചിന്തിച്ച് നോക്കൂ. ഇതെല്ലാം വചനം കേട്ടു, പ്രത്യാശയുടെ വചനങ്ങൾ കിട്ടി. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മിൽ പലരും പാവത്തിലേക്ക് തിരിഞ്ഞുപോയി. വേലി സൂക്ഷിച്ചില്ല, വേലി കാത്തില്ല, വേലി സംരക്ഷിച്ചില്ല. ഓർക്കുക, ഈ വേലി നാം സംരക്ഷിക്കണം. എൻ്റെ കർത്താവേ, അത് സംരക്ഷിക്കാൻ കർത്താവ് തയ്യാറാണ്. പക്ഷേ നാം അതിന് ജാഗരൂകരായിരിക്കണം. അത് കാവൽ ചെയ്യേണ്ടത് ഞാനാണ്, നാം ഓരോരുത്തരുമാണ്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ച കിണറുകൾ ഇസാക്ക് പിന്നെയും കുഴിച്ചു. അവയ്ക്ക് പണ്ടിട്ടിരുന്ന പേർ തന്നെ ഇട്ടു. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 18-ാം വാക്യം. തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്തീർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസാക്ക് പിന്നെയും കുഴിച്ചു. തൻ്റെ പിതാവ് അവയ്ക്കിട്ടിരുന്ന പേർ തന്നെ ഇട്ടു. കിണറിന് നല്ല പേരുണ്ടായിരുന്നു, നല്ല പാരമ്പര്യമുണ്ടായിരുന്നു. പക്ഷേ എല്ലാം നശിച്ചുപോയി. നല്ല ഒരു കൂട്ടായ്മയായിരുന്നു, പക്ഷേ എല്ലാം നശിച്ചുപോയി. നല്ല ഒരു അതിന് ശുശ്രൂഷയായിരുന്നു,
അത് നശിച്ചുപോയി. നല്ല ആത്മീയ ഫലങ്ങൾ ഉൽപ്പാദിച്ചിരുന്നു. അവിടെ രോഗശാന്തി ഉണ്ടായിരുന്നു, അവിടെ ഭൂതങ്ങളുടെ മേൽ അധികാരം ഉണ്ടായിരുന്നു, അവിടെ ദുരാത്മഭീതി മാറിയിരുന്നു, അവിടെ ദുഷ്ടപിശാചുക്കൾ ഇടം കിട്ടിയിരുന്നില്ല, അവിടെ അശുദ്ധിക്ക് അല്പം പോലും ഇടമില്ല, അശുദ്ധ ചിന്തകൾക്ക് ഇടമില്ല. അങ്ങനെ വളരെ മനോഹരമായ ഉറവുകൾ പൊട്ടി പുറപ്പെട്ടിരുന്നു. ഇന്നത് നികത്തിക്കളഞ്ഞു, എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ അവയ്ക്ക് പണ്ടുള്ള പേർ തന്നെ ഇട്ടു. ഇസാക്ക് ആ നികത്തിക്കളഞ്ഞതെല്ലാം വീണ്ടും കുഴിച്ചു. വീണ്ടും കുഴിക്കുക. സ്തോത്രം. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക, ആദ്യ വിശ്വാസത്തിലേക്ക് മടങ്ങി വരിക. നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞെന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാം. എൻ്റെ കരുണയുള്ള കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നും എന്നെ തന്നെ സൂക്ഷിക്കാതെ, അല്പം പോലും എന്നെ തന്നെ ഞാൻ പരിഗണിക്കാതെ ഞാൻ നാശത്തിലേക്ക് ഞാൻ തന്നെ പോയിക്കൊണ്ടിരുന്നു. ദുഷ്ടൻ വന്ന് എല്ലാം നികത്തി കളയുവാൻ ഞാൻ ഇടം കൊടുത്തുപോയി. പൈശാചിക ശക്തി എന്നെ നശിപ്പിക്കാൻ ഞാൻ ഇടം കൊടുത്തുപോയി. കർത്താവേ, ഞാൻ ഇന്ന് അനുദപിക്കുന്നു. തെറ്റുപറ്റിപ്പോയി എന്ന് ഞാൻ സമ്മതിക്കുന്നു. എൻ്റെ കർത്താവേ, അവിടുത്തെ വചനമുണ്ടല്ലോ, നിൻ്റെ അകൃത്യം സമ്മതിക്കുക മാത്രം ചെയ്യുക എന്ന്. നാഥാ, എൻ്റെ അകൃത്യം സമ്മതിച്ചുകൊണ്ട് എൻ്റെ പാവം ഏറ്റു പറഞ്ഞുകൊണ്ട് ഞാനിതാ വരുന്നു. എനിക്ക് വീണ്ടും ഒരു ജീവൻ തരണമേ. വീണ്ടും എന്നെ കർത്താവേ നീ ജലസമൃദ്ധിയുള്ളവനാക്കി തീർക്കണമേ. പുതിയ ഉറവ് പൊട്ടിപ്പുറപ്പെടുവാൻ ഇടയാക്കണമേ. പണ്ടേയുള്ള പേര് തന്നെ ഇടുവാൻ ഇടയാക്കണമേ. കർത്താവേ, പണ്ടേയുള്ള അനുഭവങ്ങളിലേക്ക് എന്നെ മടക്കി വരുത്തണമേ. പണ്ട് ഉണ്ടായിരുന്ന ആത്മീയ അനുഭവത്തിൻ്റെ സംഭവത്തിലേക്ക് എന്നെ തിരികെ കൊണ്ടുവരണമേ. പ്രാർത്ഥിക്കുമോ നിങ്ങൾ? ദൈവത്തോട് നിങ്ങൾ യാചിക്കുമോ? ഇപ്പോൾ തന്നെ നിങ്ങളുടെ മേൽ തൻ്റെ കരം വയ്ക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ തന്നെ നിങ്ങളെ സ്വീകരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മനം തിരിയാം, നിങ്ങൾ കർത്താവിനോട് അപേക്ഷിക്കാം, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാം. കർത്താവേ, മാനസാന്തരത്തിലേക്ക് പിന്നെയും പുതുക്കുവാൻ കഴിവുള്ളതല്ല എന്നാണല്ലോ ഇതിൻ്റെ വചനം. എന്നാൽ ഞാനിതാ അനുതാപത്തോടെ, തകർന്ന ഹൃദയത്തോടെ, മുറിഞ്ഞ മനസാക്ഷിയോടെ ഞാനിതാ വരുന്നു. നുറുങ്ങിയ ഹൃദയത്തോടെ ഞാനിതാ വരുന്നു. എൻ്റെ കർത്താവേ, തെറ്റുകൾ പറ്റിപ്പോയി, അബദ്ധങ്ങൾ പറ്റിപ്പോയി, എന്നെ തന്നെ ഞാൻ സൂക്ഷിച്ചില്ല, വേലി പൊളിഞ്ഞുപോയി. കർത്താവേ, ദുഷ്ടനകത്ത് കയറിപ്പോയി. എൻ്റെ കർത്താവേ, എനിക്ക് നഷ്ടങ്ങൾ സംഭവിച്ചു പോയി. അനേകം നഷ്ടങ്ങൾ, ആധ്യാത്മികമായും മാനസികമായുമുള്ള നഷ്ടങ്ങൾ, ഭൗതികമായ നഷ്ടങ്ങൾ എല്ലാം സംഭവിച്ചു പോയി. എന്നാൽ ഇന്ന് കർത്താവേ, ഞാനിതാ മടങ്ങി വരുന്നു. കർത്താവേ, നീ എന്നോട് മനസ്സറിയണമേ. ഇന്ന് ഞാൻ ഈ കിണറുകളെല്ലാം വീണ്ടും കുഴിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. എൻ്റെ കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നാഥാ, നിൻ്റെ തൃക്ക എൻ്റെ മേലെ വയ്ക്കണമേ. ഹല്ലേലൂയ. യേശുവേ, നിൻ്റെ ആണിപ്പാടുള്ള കരം എൻ്റെ തലമേൽ വെച്ച് ഇപ്പോൾ എന്നെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. എൻ്റെ മേൽ നിൻ്റെ തൃക്കരം വെച്ച് എന്നെ ആശീർവദിക്കണമേ. ഹല്ലേലൂയ. നിൻ്റെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. കർത്താവേ, യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം സകല പാവവും പോക്കി എന്നെ ശുദ്ധീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഏതെല്ലാം പാവച്ചെളിയിൽ പൂണ്ടുപോയാലും യേശു ക്രിസ്തുവിൻ്റെ രക്തം വന്നത് കഴുകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഇനി ഞാൻ നിന്നെ അവമാനിക്കുകയില്ല, നിനക്ക് ലോക അപവാദം വരുത്തുകയില്ല. ഇന്നു മുതൽ ഞാൻ നിൻ്റെ വകയായി ഞാൻ ജീവിക്കും. യേശുവെ, ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും. ഹല്ലേലൂയ. തീരുമാനമെടുക്കുന്നുണ്ടോ നിങ്ങൾ? വാസ്തവമായ ഹൃദയത്തിൽ ആ തീരുമാനം വരുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾ പരിശോധിക്കുക. ആ തീരുമാനം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുക. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഇന്ന് കർത്താവേ, ഞങ്ങൾക്ക് ലഭിച്ച ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ അവിടെ നിങ്ങളെ ആഹ്വാനം ചെയ്തതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ നിന്റെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടുത്തണയുവാൻ തക്കവണ്ണം ഈ മക്കൾക്ക് ആത്മീയമായൊരു പ്രചോദനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഉണർത്തണമേ കർത്താവേ. സ്വന്തം അവസ്ഥ കാണുവാൻ എല്ലാവരെയും കണ്ണ് തുറക്കണമേ കർത്താവേ. ഇന്നത്തെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ എല്ലാവർക്കും കർമ്മ നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ വേണ്ടി ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.